പാറകളും അവയുടെ ക്ലാസിഫിക്കേഷൻ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നമ്മൾ ക്ലാസിഫിക്കേഷനിൽ സെഡിമെൻ്ററി റോക്കുകളെക്കുറിച്ചും ഇഗ്നിയസ് റോക്കുകളെക്കുറിച്ചും പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് ശേഷിക്കുന്ന അതായത് മെറ്റമോർഫിക് റോക്കിനെ കുറിച്ചും അതിനുശേഷം റോക്ക് സൈക്കിൾ എന്ന് പറയുന്ന ടോപ്പിക്കുമാണ് പഠിക്കുന്നത്. അതോടെ റോക്കുകൾ അല്ലെങ്കിൽ പാറകൾ എന്നുള്ള ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുന്നതാണ്. അപ്പം നമ്മുടെ ലേണേഴ്സിൻ്റെ ജേംസ് ക്ലബിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് UPSCയുടെ സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന, പ്രത്യേകിച്ചും സെൽഫ് സ്റ്റഡി ചെയ്യുന്നവർക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നൽകുന്നതിന് വേണ്ടിയിട്ടും വളരെ കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് പഠിച്ചു തീർക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പാണ് ഈ ഒരു ജേംസ് ക്ലബ്ബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്ലബ്ബിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ, വീക്ക്ലി ടൈം ടേബിൾ ലഭിക്കും. അതുപോലെ തന്നെ ഓരോ ആഴ്ചയും അതിനനുസരിച്ച് മെയിൻസിൻ്റെയും പ്രിലിമിനറിയുടെയും ടെസ്റ്റുകൾ ഉണ്ടാവും. അതിനുശേഷം കറണ്ട് അഫയേഴ്സിൻ്റെ ഡിസ്കഷൻ ഉണ്ടാവും. മെയിൻസിൻ്റെ ആൻസേഴ്സ് നൽകുകയും എങ്ങനെയാണ് മികച്ച ആൻസേഴ്സ് എഴുതുന്നതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ലഭിക്കും. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള മെൻറ്റർഷിപ്പ് പ്രോഗ്രാമും ഉണ്ട്, അതായത് നിങ്ങളുടെ പ്രോഗ്രസ്സിനെ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഓരോ എല്ലാ ഫെസിലിറ്റീസും ഒരു മാസത്തേക്ക് 499 എന്ന റേറ്റിലാണ്. അപ്പോൾ ഇത് 12 മാസത്തെ പ്രോഗ്രാമാണ്. അപ്പോൾ ഓരോ മാസവുമാണ് നിങ്ങൾ പേയ്മെൻറ്റ് നടത്തേണ്ടതായിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന, വളരെ കൃത്യമായിട്ട് പഠിച്ച് 2022 എക്സാമിനെ വളരെ ആത്മവിശ്വാസത്തോടെ നേരിടണം എന്ന് കരുതുന്ന ആൾക്കാരുണ്ടെങ്കിൽ എത്രയും വേഗം ജോയിൻ ചെയ്യുക. ഓൾറെഡി ലേറ്റ് ആണ്, നമ്മളിപ്പോൾ ജൂണിൽ തുടങ്ങേണ്ടത് ഇത്രയും ലേറ്റ് ആയിട്ടാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് വളരെ വേഗത്തിൽ ജോയിൻ ചെയ്യുക. കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചാൽ മതി, വിശദാംശങ്ങൾ ലഭിക്കുന്നതാണ്. ആവശ്യമെങ്കിൽ നിർബന്ധമായും ജോയിൻ ചെയ്യുക. നിങ്ങൾക്കിത് വളരെ യൂസ്ഫുള്ളായി മാറുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ടൈപ്സ് ഓഫ് റോക്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ചും അതിൻ്റെ രൂപാന്തരണത്തെ, എങ്ങനെയാണ് ഇത് രൂപീകരിക്കുന്നത്, എങ്ങനെയാണ് ഇത് രൂപം കൊള്ളുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ റോക്കുകളെ 3 ആയിട്ട് തിരിച്ചു. ഇഗ്നിയസ് റോക്സ്, സെഡിമെൻ്ററി റോക്ക്, മെറ്റമോർഫിക് റോക്ക്. അതിൽ ഇഗ്നിയസ് റോക്ക് നമ്മൾ പറഞ്ഞു മാഗ്മ, ലാവ എന്നിവയൊക്കെ സോൾഡിഫൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റോക്കാണ്. ഇതിനെയാണ് നമ്മൾ പ്രൈമറി റോക്ക് എന്ന് വിളിക്കുന്നതെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രൈമറി റോക്ക് കാരണം ആദ്യം ഉണ്ടാകുന്ന റോക്ക് ഇതാണ്. അതിനുശേഷം ഈ ഒരു പ്രൈമറി റോക്കൊക്കെ എന്താവും, അതൊക്കെ മെല്ലെ മെല്ലെ പൊടിഞ്ഞു പോയിട്ട്, ആ പൊടിഞ്ഞു പോകുന്നത് കാറ്റോ മഴയോ ഒക്കെ എവിടെയും കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കുറേ കാലം കഴിയുമ്പോൾ ആ ഡെപ്പോസിറ്റ് ചെയ്ത സാധനം ഒരു റോക്കായി മാറും, ഒരു പാറയായി മാറുമ്പോഴാണ് ലിത്തിഫാക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി ഒരു പാറയായി മാറുമ്പോഴാണ് സെഡിമെൻ്ററി റോക്കായി മാറുന്നത്. മൂന്നാമത്തെ ടൈപ്പാണ് മെറ്റമോർഫിക് റോക്ക്. അതായത് ഓൾറെഡി ഉള്ള ഒരു റോക്ക്, അതൊന്നുകിൽ ഒരു ഇഗ്നിയസ് റോക്ക് ആവാം അല്ലെങ്കിൽ ഒരു സെഡിമെൻ്ററി റോക്ക് ആവാം. ഈ ഒരു റോക്കിനെ അതിൻ്റെ മേലെ ഒരു ശക്തമായ ഫോഴ്സോ അല്ലെങ്കിൽ ഒരു ശക്തമായിട്ടുള്ള ടെമ്പറേച്ചറോ, ഉയർന്ന ടെമ്പറേച്ചർ ഒക്കെ അപ്ലൈ ആവുമ്പോൾ അതിൻ്റെ ഒരു റീക്രിസ്റ്റലൈസേഷൻ നടക്കുകയും, അതായത് നേരത്തെ അത് റോക്ക് ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ക്രിസ്റ്റലൈസേഷൻ പ്രോസസ്സ് നടന്നിട്ടുണ്ടാവും. അതായത് മെൽറ്റഡ് ഫോർമാറ്റിൽ നിന്ന് ക്രിസ്റ്റലൈസ് ചെയ്യണം. ഈ ഒരു ക്രിസ്റ്റലൈസേഷനിൽ മാറ്റം വരും, അതായത് റീക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് പുതിയൊരു തരത്തിലുള്ള സ്വഭാവം ആ ഒരു റോക്കിന് വരികയും ചെയ്യുമ്പോൾ ആ റോക്കിനെ വിളിക്കുന്ന പേരാണ് മെറ്റമോർഫിക് റോക്ക്. അപ്പോൾ ഈ ഒരു മെറ്റമോർഫിക് റോക്കിനെ കുറിച്ചാണ് നമ്മൾ വളരെ വിശദമായിട്ട് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മെറ്റാമോർഫിക്, മോർഫോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഷേപ്പിനെ കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ മെറ്റാമോർഫിക് എന്ന് പറയുമ്പോൾ ചേഞ്ച് ഓഫ് ഫോം എന്ന് തന്നെയാണ് അർത്ഥം. അതായത് രൂപമാറ്റം വരുന്ന കല്ലുകളെയാണ് മെറ്റമോർഫിക് റോക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് എപ്പോഴാണ് രൂപമാറ്റം വരുന്നത്? ഓൾറെഡി ഒരു കല്ലുണ്ട്, അതായത് ഓൾറെഡി ഒരു റോക്ക് ഉണ്ട്. ആ റോക്കിൻ്റെ മുകളിൽ ശക്തമായിട്ടുള്ള പ്രഷറോ ഉയർന്ന മർദ്ദമോ അല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തത്തിൽ മാറ്റം വരിക, അതായത് അതിന് ഭയങ്കരമായിട്ട് കംപ്രസ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ടെമ്പറേച്ചറിലുള്ള വ്യത്യാസം വരും. അതായത് പ്രഷറിലോ വോളിയത്തിലോ ടെമ്പറേച്ചറിലോ, അതിനെയാണ് PVT ചേഞ്ചസ് എന്ന് പറയുന്നത്. പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ. ഇങ്ങനെ പ്രഷറിലോ വോളിയത്തിലോ ടെമ്പറേച്ചറിലോ മാറ്റം വരുന്ന സമയത്ത്, ഉയർന്ന മർദ്ദം അല്ലെങ്കിൽ ഉയർന്ന ടെമ്പറേച്ചർ വരുന്ന സമയത്ത് ആ ഒരു മെറ്റീരിയൽ റീക്രിസ്റ്റലൈസ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ്, അതായത് ഇത്തരത്തിലുള്ള മെറ്റമോർഫിക് റോക്കുകൾ ഉണ്ടാവുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മെറ്റാമോർഫിസം എന്ന് വിളിക്കുന്നത്, അതായത് ഷേപ്പ് മാറുന്ന പ്രോസസ്സ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ ഒരു ഷേപ്പ് മാറുന്നതിന് വേണ്ടി എന്ത് വേണം? ഒന്നുകിൽ ശക്തമായിട്ടുള്ള ഒരു ഫോഴ്സ് വേണം, അല്ലെങ്കിൽ വോളിയം ചേഞ്ച് ചെയ്യണം. അതായത് മർദ്ദം പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ വ്യാപ്തം ചുരുങ്ങി പോകുമല്ലോ എല്ലാ സൈഡിൽ നിന്നും കംപ്രസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഉയർന്ന ടെമ്പറേച്ചർ വേണം. അപ്പോൾ 3 സാഹചര്യത്തിലാണ് മെറ്റമോർഫിസം നടക്കുന്നത്. ഒന്ന്, റോക്സ് ആർ ഫോഴ്സ് ഡൗൺ ബൈ ടെക്ടോണിക് പ്രോസസ്സ്. അതായത് ഭൂമിക്ക് അകത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയുടെ അകത്തുള്ള പാറകളിൽ അതിൻ്റെ മേലെ ഭൂമിയുടെ അകത്ത് ടെക്ടോണിക് മൂവ്മെൻറ്റുകൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതായത് വിവിധ പ്ലേറ്റുകളുണ്ട്, ടെക്ടോണിക് പ്ലേറ്റ്സ് ഉണ്ട്. ഈ ടെക്ടോണിക് പ്ലേറ്റുകളുടെ മൂവ്മെൻറ്റ് നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം? കംപ്രസ് ചെയ്യപ്പെടാം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു റോക്സ് എന്ത് ചെയ്യാം? എല്ലാ ഭാഗത്തുനിന്നും കംപ്രസ് ചെയ്യപ്പെടുന്നത് ഈ ഒരു ടെക്ടോണിക് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടുള്ള കംപ്രഷൻ നടക്കുകയാണെങ്കിൽ ആ കംപ്രഷൻ്റെ ഭാഗമായിട്ട്, ഉദാഹരണത്തിന് കൺവേർജൻറ്റ് പ്ലേറ്റ് ബൗണ്ടറി, അപ്പോൾ കൺവേർജൻറ്റ് പ്ലേറ്റ് 2 പ്ലേറ്റുകൾ തമ്മിൽ വന്ന് കംപ്രസ് ആവുകയാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നുണ്ടാകും ആ ഒരു ടെക്ടോണിക് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് അവിടെ ഉയർന്ന മർദ്ദവും ഉയർന്ന
പ്രഷറും ഉയർന്ന ടെമ്പറേച്ചറും അതുപോലെ തന്നെ വോളിയം കുറയാനുള്ളൊരു സാധ്യതയുണ്ട്. ഈ ഒരു സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ചേഞ്ച് ഓഫ് ഫോം നടക്കാം. അത് നമുക്ക് ഏകദേശം ഒരു സെഡിമെൻ്ററി റോക്കിൽ ഉണ്ടാകുന്ന ഉദാഹരണമായിട്ട് ഇവിടെ കാണിക്കാം. അതായത് സാധാരണ ഇങ്ങനെ ലെയർ ആയിട്ടാണുള്ളത്, പക്ഷേ രണ്ട് സൈഡിൽ നിന്നും ശക്തമായിട്ടുള്ള ബലം വരികയാണെന്ന് വെച്ചാൽ, അപ്പോൾ ഈ ബലം കാരണം ഇതെന്താവും, ഈ ക്രസ്റ്റൽ ബെൻഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് നടക്കും. അതായത് ഇതിങ്ങനെ ബെൻഡായി മാറും. നമ്മൾ മടക്ക് പർവ്വതങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ക്രസ്റ്റൽ ബെൻഡിങ് നടക്കുമ്പോൾ അതുപോലെ തന്നെ ഈ റോക്കുകൾ എന്താവും, ബെൻഡായിട്ട് മാറുകയും ഈ ഒരു പ്രഷറിൻ്റെ കാരണം കൊണ്ട് പുതിയ മെറ്റമോർഫിക് റോക്കുകൾ രൂപം കൊള്ളുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രോസസ്സ് എങ്ങനെയാണ്, ടെക്ടോണിക് പ്രോസസ്സാണ്. അതായത് ഭൂമിയുടെ അകത്ത് ടെക്ടോണിക് പ്ലേറ്റുകളുടെ മൂവ്മെൻറ്റ് കാരണം അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഫോഴ്സ്, ആ ഫോഴ്സ് കാരണം ഉയർന്ന മർദ്ദം ഉണ്ടാകും. ആ ഉയർന്ന മർദ്ദം കാരണം ഈ ഒരു റോക്കുകളുടെ മെറ്റമോർഫിസ് നടക്കുകയും അതാണ് ഒരു തരത്തിലുള്ള മെറ്റമോർഫിക് റോക്കുകൾ രൂപപ്പെടുന്ന കാരണം. രണ്ടാമത്തത് മോൾട്ടൺ മാഗ്മ. നമുക്കറിയാം ഭൂമിയുടെ അകത്ത് മാഗ്മയുണ്ട്. ഈ മാഗ്മ ഹൈ ടെമ്പറേച്ചർ ആണെന്നറിയാം. ഈ ഹൈ ടെമ്പറേച്ചറുള്ള മാഗ്മ അതിന് ചുറ്റുമുള്ള ക്രസ്റ്റൽ റോക്കുകൾ, അതായത് ക്രസ്റ്റലുള്ള റോക്കുകളുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഈ മാഗ്മയുടെ ഹൈ ടെമ്പറേച്ചർ കാരണം എന്ത് സംഭവിക്കാം, ആ റോക്കിൽ മാറ്റം വരാൻ വേണ്ടി, ആ റോക്കിൽ റീക്രിസ്റ്റലൈസേഷൻ നടക്കാം. അപ്പോൾ ടെമ്പറേച്ചറിൻ്റെ കേസിൽ നമുക്ക് റീക്രിസ്റ്റലൈസേഷൻ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കാരണം ഒരു ലിക്വിഡ് എന്താകുമ്പോൾ അത് സോളിഡിഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് റോക്ക് ആവുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഈ സോളിഡായ സാധനത്തിനെ വീണ്ടും ചൂടാക്കിയാൽ എന്ത് സംഭവിക്കും, ഇത് ഇവിടെ തണുക്കുമ്പോഴാണ് നമുക്ക് സോളിഡിഫൈ ചെയ്യുന്നത്. ഇതിനെ മാഗ്മയുടെ ചൂട് കാരണം ചൂടാക്കുമ്പോൾ ഇത് ഒരു ചെറിയ മോൾട്ടൺ സ്റ്റേറ്റിലേക്ക് പോവുകയും അതിനുശേഷം ഇത് മെല്ലെ ക്രിസ്റ്റലൈസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇവിടെ ഇത് ആദ്യം ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് സോളിഡ് സ്റ്റേറ്റിലേക്ക് പോയി, അതിനുശേഷം ഇത് ഒരു സെമി സോളിഡ് സ്റ്റേറ്റിലേക്ക് വരികയും വീണ്ടും ഇത് തണുത്തിട്ട് സോളിഡിഫൈ ചെയ്യുകയും ചെയ്യും അല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുക, ഈ ഒരു പ്രോസസ്സിൽ, അതായത് വീണ്ടും ചൂടാക്കിയിട്ട് വീണ്ടും തണുക്കുന്ന ഒരു സമയത്ത് ഇതിൻ്റെ ഷേപ്പിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ക്രിസ്റ്റലൈസേഷനിൽ മാറ്റം വരാം, അതിൻ്റെ പ്രോപ്പർട്ടിയിൽ മാറ്റം വരാം. ഇതാണ് മോൾട്ടൺ മാഗ്മ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭൂമിയുടെ ക്രസ്റ്റിൻ്റെ അകത്ത് മാഗ്മ ഉണ്ടെന്നറിയാം. അപ്പോൾ ഈ മാഗ്മയുടെ ചുറ്റുമുള്ള റോക്കുകൾ ഉണ്ടെങ്കിൽ ഈ മാഗ്മയുടെ ചുറ്റുമുള്ള റോക്കുകളിൽ നിന്നുണ്ടാവും ഈ ഒരു ചൂട് പുറത്തേക്ക് പോകുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വെയിറ്റും ഒക്കെ ഇതിൻ്റെ മേലെ ആക്ട് ചെയ്യുന്നുണ്ട്. ഒരേ സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രഷറും ആക്ട് ചെയ്യുന്നുണ്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു മാഗ്മയുടെ ഹീറ്റ് കാരണവും അതുപോലെ തന്നെ ചുറ്റുമുള്ള പ്രഷർ കാരണവും ഒക്കെ ആ ഒരു റോക്കിൻ്റെ ഫോമിൽ മാറ്റം വരികയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആ റോക്ക് എന്തായി മാറും, അതൊരു മെറ്റമോർഫിക് റോക്കായി മാറുമെന്ന് പറയാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ടെക്ടോണിക് ഫോഴ്സസ് കാരണമാണ്. രണ്ടാമത്തത് മോൾട്ടൺ മാഗ്മയുമായിട്ടുള്ള കോണ്ടാക്റ്റ് ആണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഒരു റോക്കിനെ എടുത്തു കഴിഞ്ഞാൽ, ഇത് വളരെ താഴെയുള്ള റോക്കാണെന്ന് വെച്ചാൽ ഇവിടെയുള്ള റോക്കാണ്. ഈ റോക്കിൻ്റെ മുകളിലേക്ക് അതിൻ്റെ മുകളിൽ കിടക്കുന്ന എല്ലാ സാധനത്തിനെയും എല്ലാ ലെയേഴ്സിൻ്റെയും വെയിറ്റ് ആക്ട് ചെയ്യുന്നത് ഈ ഒരു നമ്മുടെ അടിയിലുള്ള റോക്കിൻ്റെ അല്ലെങ്കിൽ റോക്ക് ലെയറിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അണ്ടർലൈങ് റോക്സിൻ്റെ മുകളിലുള്ള, അതായത് ഓവർലൈങ് റോക്സിൻ്റെ ഒരു പ്രഷർ വെയിറ്റ് നമുക്ക് ആക്ട് ചെയ്യുന്നത് കാണാൻ വേണ്ടി പറ്റും. പ്രത്യേകിച്ച് ഇപ്പോൾ കടലിലാണെങ്കിൽ കടലിലെ വെള്ളമൊക്കെ ഉണ്ടല്ലോ, ഈ വെള്ളത്തിൻ്റെ വെയിറ്റ് മുഴുവൻ ആക്ട് ചെയ്യുന്നത് എവിടെയാണ്, ഇതാണ് ഒരു ലെയറെങ്കിൽ, ഇതാണ് കടലെങ്കിൽ ഈ കടലിലുള്ള ഈ വെള്ളത്തിൻ്റെ മുഴുവൻ വെയിറ്റ് ആക്ട് ചെയ്യുന്നത് ഈ ഒരു ലെയറിലേക്കായിരിക്കും. അപ്പോൾ ഈ ഒരു ഫോഴ്സ് കാരണവും അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു മാഗ്മയുടെ പ്രസൻസും ഒക്കെ ഹീറ്റ് ആൻഡ് പ്രഷറിൻ്റെ പ്രസൻസും ഒക്കെ തന്നെ വീണ്ടും ഇത്തരത്തിലുള്ള ഒരു മെറ്റമോർഫിസത്തിന് കാരണമാവാറുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇൻഡിവിജ്വലി മാത്രമാവണമെന്നില്ല. അതായത് ടെക്ടോണിക് ഫോഴ്സിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ തന്നെ അവിടെ മാഗ്മയുടെയും കൂടെ പ്രസൻസ് ഉണ്ടാവും. അപ്പോൾ എന്തായി, ടെമ്പറേച്ചറും വന്നു, ടെക്ടോണിക് ഫോഴ്സും വന്നു. അപ്പോൾ വളരെ വേഗത്തിൽ മെറ്റമോർഫിസം നടക്കും. അപ്പോൾ ചില സ്ഥലത്ത് മാഗ്മയുടെ പ്രശ്നം മാത്രമേ ഉള്ളൂ, ചില സ്ഥലത്ത് മാഗ്മയുടെ കോണ്ടാക്റ്റും വന്നു, അപ്പോൾ ഹീറ്റിംഗ് നടന്നു, അതിൻ്റെ കൂടെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ഫോഴ്സും കൂടെ ഉണ്ടെന്ന് വിചാരിച്ചോ. അതായത് ഒന്നുകിൽ ടെക്ടോണിക് ഫോഴ്സ് ആവാം, അല്ലെങ്കിൽ മുകളിൽ നിന്നുള്ള വെയിറ്റ് കാരണമാവാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അവിടെ വേഗത്തിൽ മെറ്റമോർഫിസം നടക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസിൽ എന്ത് നടക്കാം, മെറ്റമോർഫിസം നടന്നിട്ട് ആ റോക്കിൻ്റെ രൂപമാറ്റം അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസിലൊക്കെ ചേഞ്ച് ഉണ്ടാവാൻ വേണ്ടി പറ്റും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ മെറ്റമോർഫിസം നടക്കാനുള്ള 3 സാഹചര്യങ്ങൾ: ടെക്ടോണിക് പ്രോസസ്സിൻ്റെ ഫോഴ്സ് കാരണം, മോൾട്ടൺ മാഗ്മയായിട്ടുള്ള കോണ്ടാക്റ്റ് കാരണം, മൂന്നാമത്തത് ഓവർലൈങ് ബ്ലോക്ക് വെയിറ്റിൻ്റെ, ഓവർലൈങ് ലെയേഴ്സിൻ്റെ അല്ലെങ്കിൽ ഓവർലൈങ് റോക്സിൻ്റെ വെയിറ്റ് കാരണം അല്ലെങ്കിൽ അത് കാരണമുള്ള പ്രഷർ എന്നിവയാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ, അതായത് ഒരു റോക്ക്, അത് ഓൾറെഡി ഉള്ള ഒരു റോക്ക് അത് വീണ്ടും റീക്രിസ്റ്റലൈസേഷൻ ചെയ്തിട്ട് വീണ്ടും അത് മെറ്റീരിയൽ, അതിൻ്റെ അകത്തുള്ള ഗ്രെയിൻസ് ഒക്കെ ഓർഗനൈസ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മെറ്റാമോർഫിസം എന്ന് വിളിക്കുന്നത്. അതായത് ഓൾറെഡി കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഒരു റോക്ക് വിവിധ കാരണങ്ങളുണ്ട്, പ്രഷർ കൊണ്ടും
ടെമ്പറേച്ചർ കൊണ്ടും ഒക്കെ എന്ത് സംഭവിക്കും, അത് വീണ്ടും റീക്രിസ്റ്റലൈസേഷൻ നടക്കുകയും, അതായത് ഓൾറെഡി ക്രിസ്റ്റലൈസ്ഡ് ആയ സാധനം അത് വീണ്ടും മോൾട്ടൺ സ്റ്റേറ്റിലേക്ക് പോവുകയും വീണ്ടും അത് റീക്രിസ്റ്റലൈസേഷൻ വീണ്ടും ഒരിക്കൽ കൂടി ക്രിസ്റ്റലൈസേഷൻ നടക്കുകയും അതിനുശേഷം അത് മെറ്റീരിയലിനെ ഗ്രെയിൻസിനെ ഒക്കെ ഓർഗനൈസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതെന്താണ്, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മെറ്റാമോർഫിസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെറ്റാമോർഫിസം എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ് മെറ്റാമോർഫിക് റോക്കുകൾ ഉണ്ടാവുന്നത് എന്നുകൂടി മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു മെറ്റാമോർഫിസത്തിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാൻ വേണ്ടി പറ്റും. അതായത് രണ്ടാമത് തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈനാമിക് മെറ്റാമോർഫിസം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ടൈപ്പ്, രണ്ടാമത്താണ് തേർമൽ മെറ്റാമോർഫിസം എന്ന് പറയുന്നത്. അപ്പോൾ ഡൈനാമിക് മെറ്റാമോർഫിസം എന്ന് പറയുമ്പോൾ അവിടെ ഓർത്ത് വെക്കണേ, ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ മോഷൻ എന്നുള്ളത് അല്ലെങ്കിൽ ഫോഴ്സ് എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. മോഷൻ അല്ലെങ്കിൽ ഫോഴ്സ്, അതായത് ഒരു മെക്കാനിക്കൽ ഡിസ്റപ്ഷൻ നടക്കും, കൂടാതെ അതിൻ്റെ അകത്ത് റീഓർഗനൈസേഷൻ നടക്കും. പക്ഷേ ഇവിടെ കെമിക്കൽ ചേഞ്ച് നടക്കുന്നില്ല എന്ന് ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഡൈനാമിക് മെറ്റമോർഫിസത്തിൽ എന്താണ് നടക്കുക, അതായത് മെറ്റമോർഫിക് ചേഞ്ചസ് നടക്കും, പക്ഷേ എന്താണ് അവിടെ മെക്കാനിക്കൽ ഡിസ്റപ്ഷൻ നടക്കും, അതായത് നമുക്ക് പൊട്ടുന്നത് കാണാൻ വേണ്ടി പറ്റും. അവിടെ റീഓർഗനൈസേഷൻ നടക്കും, പക്ഷേ വിത്തൗട്ട് കെമിക്കൽ ചേഞ്ച് നടക്കുന്നില്ല എന്ന് ഓർത്ത് വെക്കുക. ഇത് സാധാരണ സംഭവിക്കുക അതായത് ഹീറ്റ് സോഴ്സ് ഇല്ലാത്ത സ്ഥലത്താണ്. ഹീറ്റ് സോഴ്സ് ഇല്ലാത്ത, അതായത് ഒരു മാഗ്മയുടെ പ്രസൻസ് ഇല്ലാത്തൊരു സ്ഥലത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെന്ന് വെച്ചോ, ആ ഒരു സ്ഥലത്ത് നടക്കുന്നതാണ് ഡൈനാമിക് മെറ്റമോർഫിസം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമുക്ക് ഈ ഒരു ടെക്ടോണിക് പ്ലേറ്റ്സിൻ്റെ മൂവ്മെൻറ്റ് പറയാൻ വേണ്ടി പറ്റും. അവിടെ മാഗ്മയുടെ പ്രസൻസ് ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക, ഇവിടെ നമുക്ക് ഒരു ഫോൾട്ട് ലൈൻ കാണാൻ വേണ്ടി പറ്റും. അതായത് ഈ ഒരു രണ്ടെണ്ണം ഇങ്ങനെ ട്രാൻസ്ഫോം ആയിട്ട് മൂവ്മെൻറ്റ് ചെയ്യുകയാണ്. ട്രാൻസ്ഫോം മൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുക, ഇവിടെ ഈ ഒരു പോർഷനിൽ റബ്ബിങ് നടക്കുന്നുണ്ട്, പരസ്പരം ഉരയുന്നുണ്ട് എന്ന് നമുക്കറിയാം. ആ ഒരു റബ്ബിങ്ങിൻ്റെ ഭാഗമായിട്ട് അവിടെ എന്തുണ്ടാവും, അവിടെ ഹൈ പ്രഷർ ആക്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗത്തുള്ള മെറ്റീരിയൽ, ഈ ഒരു ഹൈ പ്രഷർ കാരണം ആ ഒരു ഭാഗത്തുള്ള മെറ്റീരിയലിൽ മാത്രം എന്തുണ്ടാവും, റീക്രിസ്റ്റലൈസേഷൻ അല്ലെങ്കിൽ റീഓർഗനൈസേഷൻ നടക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി ഈ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. പക്ഷേ ഈ ഒരു കോണ്ടാക്റ്റ് വരുന്ന, ഈ ഒരു ഫോൾട്ട് വരുന്ന ഈ ഒരു പ്രദേശത്തിന് ചുറ്റുമായിട്ട് ആ ഒരയുന്ന പ്രദേശത്ത് അവിടുത്തെ ആ ഒരു പ്രഷർ കാരണം എന്ത് സംഭവിക്കും, അവിടെ മാത്രം മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസിൽ അല്ലെങ്കിൽ ഗ്രെയിൻസിൽ റീഓർഗനൈസേഷൻ നടക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. നമുക്ക് ഇവിടുത്തെ ഗ്രെയിൻസിൻ്റെ പ്രോപ്പർട്ടിയും അല്ലെങ്കിൽ ഇവിടുത്തെ ഗ്രെയിൻസും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്, വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ എന്താണ്, ഈ ഒരു കോണ്ടാക്റ്റ് വരുന്ന സ്ഥലത്ത്, ഈ ഒരു മെറ്റലിൻ്റെ ഈ ഒരു കോണ്ടാക്റ്റ് വരുന്ന സ്ഥലത്ത് മാത്രമായിട്ട് എന്ത് നടക്കുവാണ്, ഇവിടെ മാത്രമായിട്ട് നമ്മുടെ ഈ ഒരു മെറ്റാമോർഫിസം എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുവാണ്. മെറ്റാമോർഫിസം എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുവാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുക, ആ ഒരു സ്ഥലത്ത് മാത്രം നമുക്കൊരു ബാൻഡ് പോലെ മെറ്റീരിയൽ കാണാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ അവിടെ നമുക്കൊരു ലെയർ പോലെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ആ റോക്കിനെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ സ്ലൈഡ് ചെയ്യുന്ന റോക്കുകൾ ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഇത് ഒരു റോക്കാണ്, ഇത് അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ സ്ലൈഡ് ചെയ്യുന്ന ഒരു റോക്കാണെന്ന് വെച്ചോ. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ സൈഡ് വ്യൂ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ കുറേ ബാൻഡുകളെ പോലെയാണ് കാണാൻ വേണ്ടി പറ്റുക. കാരണം ഈ ഒരയുന്ന ഭാഗങ്ങളിലൊക്കെ എന്തുണ്ടാവും, ഇതുപോലെ ഈ ഒരു മെറ്റാമോർഫിസം നടന്നിട്ടത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം, ഡൈനാമിക് മെറ്റാമോർഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കെമിക്കൽ ചേഞ്ചസ് ഇൻവോൾവ് ആവുന്നില്ല. കെമിക്കൽ ചേഞ്ചസ് സാധാരണ നടക്കുക ഹീറ്റ് വരുമ്പോഴാണെന്ന് നടക്കുക. അപ്പോൾ മെക്കാനിക്കൽ ഡിസ്റപ്ഷൻ നടക്കുന്നുണ്ട്, അവിടെ ബ്രേക്കിംഗ് നടക്കുന്നുണ്ട്, എന്നിട്ട് അവിടെ റീഓർഗനൈസേഷൻ നടക്കുന്നുണ്ട്, ഹൈ പ്രഷർ അല്ലെങ്കിൽ ഹൈ ഫോഴ്സ് കാരണം എന്ന് മനസ്സിലാക്കുക. അടുത്താണ് തേർമൽ മെറ്റാമോർഫിസം. അപ്പോൾ തേർമൽ എന്ന് പറയുമ്പോൾ ഹീറ്റ്, ഇത് സാധാരണ എപ്പോഴാണ് വരിക, മാഗ്മയുടെ പ്രസൻസ് ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ മാഗ്മയുടെ പ്രസൻസ് ഉണ്ടാവും, മാഗ്മയുമായിട്ട് കോൺടാക്ട് വരുന്ന സമയത്ത് നടക്കുന്ന മെറ്റാമോർഫിസം ആണ് തേർമൽ മെറ്റാമോർഫിസം എന്ന് പറയാം. അവിടെ എന്താണ്, ഇവിടെ കെമിക്കൽ അൾട്ടറേഷനും റീക്രിസ്റ്റലൈസേഷനും നടക്കും എന്നുള്ളതാണ്. അപ്പോൾ കെമിക്കലി അൾട്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു റോക്ക് ഇത് റോക്കാണ്, ഈ റോക്ക് എന്ത് ചെയ്യും, ഹീറ്റ് കാരണം ഇത് ഒരു മെൽറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകും. മെൽറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയതിന് ശേഷം എന്ത് ചെയ്യും, അതായത് വീണ്ടും ലിക്വിഡ് സ്റ്റേറ്റ്, സെമി ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് പോയതിന് ശേഷം വീണ്ടും ആദ്യമേ ന്യൂക്ലിയസസ് ഫോം ചെയ്തിട്ട് ഈ ന്യൂക്ലിയസസ് ഗ്രെയിൻസ് ആയിട്ട് ഫോം ചെയ്യും. അപ്പോൾ മെറ്റീരിയൽ ആദ്യം ഉണ്ടായ മെറ്റീരിയലേ ആയിരിക്കണമെന്നില്ല രണ്ടാമത് റീക്രിസ്റ്റലൈസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് ഉണ്ടാവുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഈ ഒരു തേർമൽ മെറ്റാമോർഫിസത്തിൽ എന്താണ്, കെമിക്കലി അൾട്ടർ ചെയ്യുന്നുണ്ട്, കെമിക്കൽ പ്രോപ്പർട്ടീസ് ചേഞ്ച് ആവുന്നുണ്ട്, റീക്രിസ്റ്റലൈസേഷൻ നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്, ഒരു മാഗ്മ ഉണ്ടാവും, മാഗ്മയുടെ ചുറ്റുമുള്ള പ്രദേശങ്ങളൊക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള തെർമൽ മെറ്റമോർഫിസത്തിന് കാരണമാകുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ തെർമൽ മെറ്റമോർഫിസം തന്നെ രണ്ട് തരത്തിലുണ്ട്. അതായത് തെർമൽ മെറ്റമോർഫിസം ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി ഹീറ്റ്, അതായത് ഓൺലി മാഗ്മ. രണ്ടാമത്തെ ടൈപ്പാണ് മാഗ്മ പ്ലസ് എന്തെങ്കിലും തരത്തിലുള്ള ഫോഴ്സ്. അത് സാധാരണ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെക്ടോണിക് ഫോഴ്സ് ആയിരിക്കും.
ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ഒരു തെർമൽ മെറ്റമോർഫിസത്തിനെ രണ്ടായിട്ട് തിരിക്കാൻ വേണ്ടി പറ്റും. ഒന്നാണ് കോണ്ടാക്ട് മെറ്റമോർഫിസം, അതായത് ജസ്റ്റ് കോണ്ടാക്ട് ഉള്ളത് കൊണ്ട് മാത്രം നടക്കുന്ന മെറ്റമോർഫിസമാണ് കോണ്ടാക്ട് മെറ്റമോർഫിസം എന്ന് പറയും. അപ്പോൾ ഇത് എപ്പോഴാണ് സാധാരണ? അത് മാഗ്മയുമായിട്ട്, അതായത് ഹീറ്റ് സോഴ്സുമായിട്ടുള്ള കോണ്ടാക്ട് കാരണം, അതായത് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ കോണ്ടാക്ട് വിത്ത് ദ മാഗ്മ ഓർ ലാവ. അപ്പോൾ മാഗ്മയുണ്ട്, മാഗ്മയുടെ അടുത്തുള്ള റോക്കുകൾ, ആ ഒരു മാഗ്മയുടെ ഹീറ്റ് കാരണം ഇവിടെ മെറ്റമോർഫിസം നടക്കുന്നുണ്ടെങ്കിൽ ഇതിനെയാണ് വിളിക്കുക എന്താണ്? കോണ്ടാക്ട് മെറ്റമോർഫിസം എന്ന് വിളിക്കുക. അപ്പോൾ ഓർത്ത് വെക്കുക, തെർമൽ മെറ്റമോർഫിസത്തിൽ ഹീറ്റാണ് പ്രധാനപ്പെട്ടത്. അതേ സമയത്ത് തന്നെ ഹീറ്റ് മാത്രം ഉണ്ടെങ്കിൽ അതിനെ കോണ്ടാക്ട് മെറ്റമോർഫിസം എന്ന് വിളിക്കും, അതായത് മാഗ്മയുടെ അടുത്തുള്ള സംഭവമാണെങ്കിൽ. അടുത്തത് ഹീറ്റ് പ്ലസ് പ്രഷർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹീറ്റ് പ്ലസ് ഫോഴ്സ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കും റീജിയണൽ മെറ്റമോർഫിസം എന്ന് വിളിക്കും. റീജിയൻ, ഒരു പ്രദേശം, ഒരു റീജിയൻ മൊത്തം മെറ്റമോർഫിസ് ആവുന്നതാണ്. ഇതെപ്പോഴാണ്? ടെക്ടോണിക് ഷിയറിംഗ് പ്ലസ് ഹൈ ടെമ്പറേച്ചർ ഓർ പ്രഷർ ഓർ ബോത്ത്, അതായത് രണ്ടും ഉണ്ടാകുമ്പോൾ സമയത്ത് ഉണ്ടാകുന്നത്, അതായത് ടെക്ടോണിക് ഷിയറിംഗ് ഫോഴ്സ് വിത്ത് ഹൈ ടെമ്പറേച്ചറോ അല്ലെങ്കിൽ പ്രഷറോ ഓർ ബോത്തോ ഇതെല്ലാം ഉണ്ടാകുമ്പോഴാണ്, അതായത് അവിടെ ഉണ്ടാവേണ്ട രണ്ട് കാര്യം, ഒന്ന് ഹീറ്റ് സോഴ്സ് ഉണ്ടാവണം എങ്കിൽ മാത്രമേ തെർമൽ മെറ്റമോർഫിസം ആവുള്ളൂ, അതിൻ്റെ കൂടെ പ്രഷർ കൂടി ഉണ്ടെങ്കിൽ അതിനെയാണ് റീജിയണൽ മെറ്റമോർഫിസം എന്ന് വിളിക്കുന്നതെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ എന്താണ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് മാഗ്മ സോഴ്സ് എങ്കിൽ ഈ ഒരു മാഗ്മ സോഴ്സിൻ്റെ ഈ കോണ്ടാക്റ്റിലുള്ള ഈ ഒരു ഏരിയ മാത്രമാണ് കോണ്ടാക്ട് മെറ്റമോർഫിസം നടക്കുക. എന്നാൽ റീജിയണൽ മെറ്റമോർഫിസം നടക്കുമ്പോൾ ഇതാണ് നമ്മുടെ മാഗ്മ സോഴ്സ് എന്ന് വെച്ചോ, ഇതാണ് മാഗ്മ സോഴ്സ് എങ്കിൽ ഇതിൻ്റെ വലിയൊരു ഏരിയ മുഴുവൻ, ഈ ഒരു ടെക്ടോണിക് ഷിയറിംഗ് വലിയൊരു ഏരിയ മുഴുവൻ, അല്ലെങ്കിൽ ടെക്ടോണിക് ഫോഴ്സുള്ള വലിയൊരു ഏരിയ മുഴുവൻ, ഒരു വലിയ റീജിയൻ മുഴുവൻ എന്തായിട്ട് മാറും? ഇത്തരത്തിലുള്ള ഈ ഒരു മെറ്റമോർഫിസം നടക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം നമ്മൾ മെറ്റമോർഫിസത്തിൻ്റെ ടൈപ്സ് ആണ് പഠിച്ചത്. ഡൈനാമിക് മെറ്റമോർഫിസം എന്ന് പറഞ്ഞാൽ അവിടെ മെക്കാനിക്കൽ ഫോഴ്സസ് മാത്രമാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്, അവിടെ കെമിക്കൽ ഫോഴ്സ് അല്ലെങ്കിൽ ഹീറ്റ് ഇൻവോൾവ് ആവാത്ത മെറ്റമോർഫിസം ആണ് ഡൈനാമിക് മെറ്റമോർഫിസം. മൂവ്മെൻറ്റ് കാരണമുള്ളത്, ഫോഴ്സ് കാരണമുള്ളത്. അതിന് ഉദാഹരണമാണ് നമ്മുടെ രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ മൂവ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ സർഫസിലുള്ള പ്ലേറ്റുകൾ തമ്മിൽ മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ, അപ്പോൾ നമുക്കൊരു ബാൻഡ് പോലെ ആ ഒരു ഏരിയയിൽ മാത്രം മെറ്റമോർഫിസം കാണാൻ വേണ്ടി പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്തതാണ് ഹീറ്റ് സോഴ്സിൻ്റെ പ്രസൻസിൽ. ഹീറ്റ് സോഴ്സിൻ്റെ പ്രസൻസിൽ എന്താ നടക്കുക? തെർമൽ മെറ്റമോർഫിസം എന്ന് വിളിക്കുക. ആ ഒരു സമയത്ത് കെമിക്കൽ അൾട്രേഷൻ നടക്കും എന്ന് മനസ്സിലാക്കുക. അതായത് കെമിക്കലി ചേഞ്ച് നടക്കുന്നത് ഈ ഒരു തെർമൽ മെറ്റമോർഫിസം ആണ്. അത് തന്നെ കോണ്ടാക്ട് മെറ്റമോർഫിസം ഉണ്ട്, അതുപോലെ തന്നെ റീജിയണൽ മെറ്റമോർഫിസം ഉണ്ട്. കോണ്ടാക്ട് മെറ്റമോർഫിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഹീറ്റ് സോഴ്സ് മാത്രമാണ് ഇൻവോൾവ്, അതായത് ലാവയുടെയോ മാഗ്മയുടെയോ ചുറ്റും മാത്രം നിൽക്കുന്ന പാറകൾ, റോക്കുകളിൽ മാത്രം എന്തുണ്ടാവുന്നത്? ഈ ഒരു മെറ്റമോർഫിസം ഉണ്ടാവുന്നതിനെയാണ് കോണ്ടാക്ട് മെറ്റമോർഫിസം എന്ന് വിളിക്കുന്നത്. അതേ സമയത്ത് ഒരു ഹീറ്റ് സോഴ്സ് പ്ലസ് ലാവ ഓർ മാഗ്മ പ്ലസ് അവിടെ ടെക്ടോണിക് ഷിയറിംഗ് കൂടി ഉണ്ടെങ്കിൽ അവിടെ എന്തായി? ഹീറ്റ് സോഴ്സും വന്നു പ്ലസ് പ്രഷറും വന്നു. അങ്ങനെ നടക്കുന്ന ഒരു മുഴുവൻ റീജിയൻ മുഴുവൻ മെറ്റമോർഫിസം നടക്കുന്നതിനാണ് റീജിയണൽ മെറ്റമോർഫിസം എന്ന് വിളിക്കുന്നത് കൂടി ഓർത്ത് വെക്കുക. ഈ ഒരു മെറ്റമോർഫിസം നടക്കുന്ന സമയത്ത് സാധാരണ ഈ ഒരു മെറ്റീരിയലിൻ്റെ ഗ്രെയിൻസ് ഒക്കെ റീ അറേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഗ്രെയിൻസ് റീ അറേഞ്ച് ചെയ്യുന്നതിനെ പ്രധാനമായിട്ട് നമുക്ക് രണ്ട് ടൈപ്പിലുണ്ടെന്ന് പറയാം. അതായത് ഈ ഒരു മെറ്റമോർഫിക് റോക്സ് നമ്മൾ നോക്കുമ്പോൾ പ്രധാനമായിട്ടും നമുക്കതിനെ രണ്ട് ടൈപ്സുള്ള പാറ്റേൺസ് കാണാൻ വേണ്ടി പറ്റും. ഒന്നാണ് ഫോളിയേഷൻ അല്ലെങ്കിൽ ലീനിയേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് മെറ്റമോർഫിസം നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, റോക്സോ അല്ലെങ്കിൽ ഗ്രെയിൻസ്, റോക്സിൻ്റെ ഗ്രെയിൻസ് അല്ലെങ്കിൽ മിനറൽസ് എന്ത് ചെയ്യും? അത് ലെയേഴ്സ് ആയിട്ട് അറേഞ്ച് ചെയ്യപ്പെടും. അതായത് ഒരു ലെയർ, ഇത് ഒരു മിനറൽ ഒരു ലെയർ ഫോം ചെയ്യും, അടുത്ത മിനറൽ വേറൊരു ലെയർ ഫോം ചെയ്യും, അടുത്ത മിനറൽ വേറൊരു ലെയർ ഫോം ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ലെയർ പോലെ ഈ ഒരു മെറ്റമോർഫിസം നടക്കുമ്പോൾ ഫോം ചെയ്യുന്നതിനാണ് ഫോളിയേഷൻ അല്ലെങ്കിൽ ലീനിയേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്കിത് വളരെ കൃത്യമായിട്ട് ഫോളിയേറ്റഡ് എന്നുള്ള ഭാഗത്ത് നമുക്കിത് കാണാൻ വേണ്ടി വരും. അപ്പോൾ നമ്മളിത് എവിടെയാണ് രൂപപ്പെടുന്നതെന്ന് ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു ഡൈനാമിക് മെറ്റമോർഫിസത്തിൽ ഇത്തരത്തിലുള്ള ഒരു ചെറിയ റീജിയൻ, ഒരു ബാൻഡ് മാത്രമായിട്ട് ഇത്തരത്തിലുള്ള മോർഫിസം നടക്കുന്നത്, അതായത് മെറ്റമോർഫിസം നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ ലെയറുകളായിട്ട് രൂപപ്പെടുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോളിയേഷൻ അല്ലെങ്കിൽ ലീനിയേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫോളിയേഷൻ അല്ലെങ്കിൽ ലീനിയേഷൻ എന്ന് പറയുന്നത് മെറ്റമോർഫിക് റോക്കുകളുടെ ഫോർമേഷനിലുള്ള ഒരു ഫീച്ചറാണെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ ഇത് എന്താണ്? ഇതൊരു ലെയറാണ്. ഓർത്ത് വെക്കുക, ഇതൊരു ലെയറാണ്, ഇത് വേറൊരു ലെയറാണ്, ഇത് വേറൊരു ലെയറാണ്, ഇത് വേറൊരു, ഇങ്ങനെ ലെയറുകളായിട്ട് കിടക്കുന്നതിനെയാണ് നമ്മൾ ഫോളിയേഷൻ അല്ലെങ്കിൽ ലീനിയേഷൻ എന്ന് വിളിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ ഇവിടെ ഇങ്ങനെ ലെയറുകളായിട്ട് മാറും, പക്ഷേ ആ ലെയറിന് എന്താണ്? തിൻ ടു തിക്ക് ലെയർ ആയിരിക്കും. അതായത് ഈ ഒരു ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ നേരിയതോ അങ്ങനെയുള്ള ലെയേഴ്സ് ഒക്കെ ആയിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ബാൻഡിങ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ ഇങ്ങനെയുള്ള ഒരു സാധനത്തിനെ കുറേ ലൈൻസ് വരച്ചത് വരെയാണ് നമുക്ക് കാണുക.
അപ്പോൾ വളരെ തിന്നായിരിക്കും, അല്ലെങ്കിൽ ചെറിയൊരു തിക്ക് ഉണ്ടാവും. അപ്പോൾ മിനറൽസോ മെറ്റീരിയൽസോ ഇങ്ങനെ ഒരു ലൈൻസ് പോലെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ബാൻഡിങ് എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ താഴത്തെ ചിത്രത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ലൈൻസ് പോലെ, ചെറിയ ചെറിയ ലൈൻസ് പോലെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലേ. ഈ ഒരു ഫോളിയേഷനും ഈ ഒരു ബാൻഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, ഫോളിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലെയർ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഇത്രയും തിക്നെസ് ഉള്ള ഒരു ലെയർ ഉണ്ട്. ഇവിടെ ആണെങ്കിലോ ചെറിയ ചെറിയ ലൈൻസ് പോലെയാണ് നമുക്ക് കാണും. കുറച്ച് തിക്നെസ് ഉണ്ട്, പക്ഷേ ഈ ഒരു ഫോളിയേഷൻ വരെയുള്ള തിക്നെസ് വരില്ല. ചെറിയ ലൈൻസ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതിനെയാണ് ബാൻഡിങ് എന്ന് വിളിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള റോക്കിനെയാണ് ബാൻഡഡ് റോക്സ് എന്ന് വിളിക്കുക. അപ്പോൾ ഓർത്തു വെക്കേണ്ട കാര്യം, ഫോളിയേഷൻ അല്ലെങ്കിൽ ലീനിയേഷൻ എന്ന് പറയുന്നത് മെറ്റമോർഫിക് റോക്കിൻ്റെ ഒരു ടൈപ്പാണ്. അതുപോലെ തന്നെ ബാൻഡിങ് എന്ന് പറയുന്നത് നേരിയ ലെയേഴ്സ് ആയിട്ട് മാറുന്ന ബാൻഡിങ് എന്ന് പറയുന്നതും ഈ ഒരു മെറ്റമോർഫിക് റോക്സിൻ്റെ ഫീച്ചേഴ്സ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓർത്തു വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, മെറ്റമോർഫിക് റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഒരു മെറ്റമോർഫിക് റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്വഭാവം, അതിൻ്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ അത് ഏത് റോക്കിൽ നിന്നാണ് വരുന്നത് എന്നതിനനുസരിച്ചും മാറും എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു റോക്കിനെ മെറ്റമോർഫിസം നടന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് ഒരു പി എന്ന് പറയുന്ന മെറ്റമോർഫിക് റോക്ക് ആയിരിക്കും. അതേസമയത്ത് ബി എന്ന് പറയുന്ന റോക്കിന് മെറ്റമോർഫിസം നടന്നാൽ ഉണ്ടാകുന്നത് ക്യൂ ആയിരിക്കും. അതായത് ഇത് രണ്ടും ഒന്നാവണമെന്നില്ല. മെറ്റമോർഫിസം പ്രോസസ്സ് നടക്കുമ്പോൾ ആ മെറ്റീരിയൽ മൊത്തം ഡിപ്പെൻഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് മെറ്റമോർഫിസം കഴിഞ്ഞിട്ട് കിട്ടുന്ന റോക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഏതിനെ ഡിപ്പെൻഡ് ചെയ്യും? നേരത്തെ ഉള്ള റോക്കിൻ്റെ, ഒറിജിനൽ റോക്കിൻ്റെ പ്രോപ്പർട്ടീസിനെ ഡിപ്പെൻഡ് ചെയ്യും എന്നുകൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മെറ്റമോർഫിക് റോക്സിനെ നമുക്ക് എന്താക്കാൻ പറ്റും? ഫോളിയേഷൻ അല്ലെങ്കിൽ ലീനിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കി, അതുപോലെ തന്നെ ബാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നമുക്ക് മെറ്റമോർഫിക് റോക്കിനെ അതിൻ്റെ ഈ ഒരു ഫോളിയേറ്റഡ് ആണോ അല്ലെങ്കിൽ നോൺ ഫോളിയേറ്റഡ് ആണോ എന്നതിൻ്റെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അതിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്നാമതാണ് ഫോളിയേറ്റഡ് റോക്സ്. ഫോളിയേറ്റഡ് റോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ലെയേഴ്സ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്ന റോക്കിനെയാണ് നമ്മൾ ഫോളിയേറ്റഡ് റോക്ക് എന്ന് വിളിക്കുന്നത്. അതായത് ഡിഫറെൻറ്റ് ലെയേഴ്സ് ആയിട്ട് നമുക്ക് മിനറൽസിനെ കാണാൻ വേണ്ടി പറ്റും. അതിനെയാണ് നമ്മൾ ഫോളിയേറ്റഡ് റോക്ക് എന്ന് വിളിക്കുന്നത്. അടുത്തതാണ് നോൺ ഫോളിയേറ്റഡ് റോക്ക്. ഇതിലെന്താണ്? നമുക്കിങ്ങനെ ഒരു ബാൻഡ്സോ ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല, കാണാൻ ഒരുപോലെ ആയിരിക്കും ഉണ്ടാവുക. ഇതാണ് നോൺ ഫോളിയേറ്റഡ് റോക്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, നമുക്ക് മെറ്റമോർഫിക് റോക്സിനെ അതിൻ്റെ രൂപീകരണത്തിൻ്റെ നേച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ ഡൈനാമിക്, തെർമൽ എന്നിങ്ങനെ, ഡൈനാമിക് മെറ്റമോർഫിസം, തെർമൽ മെറ്റമോർഫിക് റോക്ക് എന്നിങ്ങനെ വിളിക്കാം. അതുപോലെ തന്നെ അതിൻ്റെ രൂപീകരണത്തിന് ശേഷം അതിൻ്റെ ബാൻഡിങ് അല്ലെങ്കിൽ ലെയേഴ്സ് ആയിട്ടാണോ കാണുന്നത് അല്ല ലെയേഴ്സ് ഇല്ലാതെയാണോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിനെ എന്താക്കി തിരിക്കാം? ഫോളിയേറ്റഡ് റോക്ക്, നോൺ ഫോളിയേറ്റഡ് റോക്ക് കൊണ്ട് തിരിക്കാം. അപ്പോൾ ഗ്നിസോയിഡ്, ഗ്രാഫൈറ്റ്, സയനൈറ്റ്, സ്ലേറ്റ്, ഷിസ്റ്റ്, മാർബിൾ, ക്വാർട്സൈറ്റ് ഇവയൊക്കെ മെറ്റമോർഫിക് റോക്കിന് എക്സാമ്പിൾസ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഒരു റോക്ക് തന്നെ അത് തന്നെ സെയിം തന്നെ എന്താ മാറും? മെറ്റമോർഫിക് റോക്കായി മാറാം. ആ ഒരു സമയത്ത് വലിയ പ്രോപ്പർട്ടീസിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇതേ റോക്കിനെ തന്നെ, എ എന്ന് പറയുന്ന റോക്കിനെ തന്നെ അതേ പേരിൽ തന്നെ വിളിക്കും എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അതായത് എ എന്ന് പറയുന്ന റോക്ക് അത് മെറ്റമോർഫിക് റോക്കായിട്ട് മാറി. അതായത് എ എന്ന് പറയുന്ന ആദ്യത്തത് ഒരു ഇഗ്നിയസ് റോക്കാണെന്ന് വെച്ചാൽ, ഈ ഇഗ്നിയസ് റോക്ക് അത് റീക്രിസ്റ്റലൈസേഷൻ ഒക്കെ നടന്നിട്ട് ഒരു റോക്കായി മാറി. ആ റോക്ക് ഈ ഒരു റോക്കുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ലെങ്കിൽ നമ്മൾ അതിനെ അതേ പേര് തന്നെ ഇട്ട് വിളിക്കും. പക്ഷെ അത് ഹയർ ക്വാളിറ്റി ആയിരിക്കും എന്ന് ഓർത്ത് വെക്കുക. അതായത് ഈ ഒരു ഇഗ്നിയസ് റോക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒറിജിനൽ റോക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടി ഹയർ ക്വാളിറ്റിയിലുള്ള റോക്കായിരിക്കും. കാരണം എന്താണ്? അങ്ങനെ ഉണ്ടാകുന്ന റോക്ക് ഓൾറെഡി ഒന്ന് റീക്രിസ്റ്റലൈസ് ചെയ്തു അല്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് കംപ്രസ് ചെയ്തു, കുറച്ചുകൂടി സ്ട്രെങ്ത് കൂടിയ ഒരു റോക്കായിരിക്കും മെറ്റമോർഫിക് റോക്കായിട്ട് മാറുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയ ഒരു റോക്കാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് നമുക്ക് ഒരേ റോക്കിൽ തന്നെ പല സ്വഭാവം അല്ലെങ്കിൽ പല ക്വാളിറ്റിയിലുള്ള റോക്കുകൾ കിട്ടാനുള്ള കാരണം എന്നുകൂടി മനസ്സിലാക്കും. അതിൻ്റെ കൂളിംഗ് റേറ്റിനും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ടെക്സ്ചറിനും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യും. അതിലൊന്നാണ് ഈ ഒരു മെറ്റമോർഫിസം എന്ന് പറയുന്ന, അത് എത്രമാത്രം പ്രഷറിന് സബ്ജക്റ്റഡ് ആയിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും എന്നുള്ളത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ റോക്കുകളുടെ ക്ലാസിഫിക്കേഷൻ എന്നതിനെക്കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാനുള്ളതാണ് റോക്ക് സൈക്കിൾ എന്ന് പറയുന്ന ആശയം. അതായത് നമ്മൾ പറഞ്ഞു പ്രധാനമായിട്ടും 3 തരത്തിലുള്ള റോക്കുകളാണ് അതിൻ്റെ രൂപീകരണത്തിന് അനുസരിച്ചുള്ളത്. ഒന്നാമത്തതാണ് ഇഗ്നിയസ് റോക്ക്, രണ്ടാമത്തതാണ് സെഡിമെൻ്ററി റോക്ക്, മൂന്നാമത്താണ് നമ്മളുടെ ഇപ്പോൾ പഠിച്ച മെറ്റമോർഫിക് റോക്ക്. അപ്പോൾ ഈ ഒരു 3 റോക്കുകളും എങ്ങനെയാണ് രൂപം കൊള്ളുന്നത് നമ്മൾ പഠിച്ചു. ഇഗ്നിയസ് റോക്ക് എങ്ങനെയാണ്? മാഗ്മയിൽ നിന്നാണ്, മാഗ്മ തണുത്ത് പറയുമ്പോഴാണ്. സെഡിമെൻ്ററി റോക്ക് എങ്ങനെയാണ്? ഓൾറെഡി ഉള്ള റോക്കിൽ നിന്ന്, ഇഗ്നിയസ് റോക്കോ മെറ്റമോർഫിക് റോക്കോ സെഡിമെൻ്റായി മാറി അത് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴാണ് രൂപപ്പെടുന്നത്. അതായത് ഇഗ്നിയസ് റോക്കോ അല്ലെങ്കിൽ മെറ്റമോർഫിക് റോക്കോ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള സെഡിമെൻ്ററി റോക്കോ ആണ് എന്തായി മാറുന്നത്? വീണ്ടും സെഡിമെൻ്ററി റോക്കായിട്ട് മാറുന്നത് നോക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ മെറ്റമോർഫിക് റോക്ക് ഉണ്ടാകുന്നത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചു. മെറ്റമോർഫിക് റോക്ക് ഉണ്ടാകുന്നത് ഹീറ്റ് ആൻഡ് പ്രഷർ കാരണമാണെന്നോ, ഹീറ്റ് ആൻഡ് പ്രഷർ കാരണമാണെന്നോ
നമ്മൾ പഠിച്ചു. അപ്പോൾ ഓൾറെഡി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു റോക്ക് തന്നെയാണ് മറ്റൊരു റോക്കായി മാറുന്നത് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഈ ഒരു ഇഗ്നിയസ് റോക്ക് അല്ലെങ്കിൽ ഈ ഒരു മെറ്റമോർഫിക് റോക്ക് എന്ത് കഴിക്കാം, അത് മാഗ്മയിൽ പോയിട്ട് ലയിക്കുകയാണെന്ന് പറഞ്ഞു. കാരണം നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു നമ്മുടെ സബ്ഡക്ഷൻ സോണുകൾ ഉണ്ടായിരുന്നു. അതായത് കൺവേർജൻ ബൗണ്ടറി വരുന്ന സ്ഥലത്ത് നമുക്ക് എന്താണ്, നമുക്ക് സബ്ഡക്ഷൻ സോണുകൾ ഉണ്ടാകും. ഈ ഒരു സബ്ഡക്ഷൻ സോണിൽ എന്താണ് സംഭവിക്കുക, എർത്ത് ക്രസ്റ്റ് നമ്മളുടെ മാഗ്മയിലേക്ക് പോയി ലയിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓൾറെഡി ഉള്ള ഒരു റോക്ക് തന്നെ വീണ്ടും മാഗ്മയിലേക്ക് ലയിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു റോക്ക് മറ്റൊരു റോക്കായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. അതായത് റോക്കുകൾ അല്ലെങ്കിൽ പാറകൾ എന്ന് പറയുന്നത് അവരുടെ ഒറിജിനൽ ഫോമിൽ എപ്പോഴും ഉണ്ടാവില്ല, അവരെപ്പോഴും ട്രാൻസ്ഫോർമേഷന് വിധേയമാണ് എന്നുള്ളതാണ്. അതായത് റോക്ക് സൈക്കിൾ എന്ന് പറയുന്നത് ഒരു റോക്ക് മറ്റൊരു റോക്കായി മാറുന്ന ഈ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സിനെയാണ് നമ്മൾ റോക്ക് സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് നമുക്കൊരു ഇഗ്നിയസ് റോക്കിൻ്റെ കാര്യം എടുക്കാം. അതായത് മാഗ്മ വന്നിട്ട് നമ്മളുടെ മുകളിലേക്ക് വന്നതിന് ശേഷം അഗ്നിപർവ്വതത്തിലൂടെ മുകളിലോട്ട് വന്നിട്ട് അതെന്തായി മാറി, ഇവിടെ തണുത്തുറഞ്ഞിട്ടാണ് അത് ഇഗ്നിയസ് റോക്കായി മാറുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ ഒരു മലയുണ്ടായത് ഇഗ്നിയസ് റോക്കാണെന്ന് വിചാരിച്ചു, ഈ ഒരു മല. അപ്പോൾ ഇതിൻ്റെ മേലേക്ക് മഴ പെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഈ ഇഗ്നിയസ് റോക്ക് ചെറിങ്ങനെ പൊടിഞ്ഞു പോയിട്ട് അത് മെല്ലെ മെല്ലെ ഒഴുകിപ്പോയിട്ട് കടലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ പോയി ഡെപ്പോസിറ്റ് ആയിട്ട് ഇവിടെ അത് സെഡിമെൻറ്റേഷൻ ആയിട്ട് അത് പിന്നീട് എന്തായി മാറി, സെഡിമെൻ്ററി റോക്കായി മാറി. ഈ സെഡിമെൻ്ററി റോക്ക് പിന്നീട് ഫോഴ്സും പ്രഷറും ഒക്കെ കാരണം എന്തായി മാറി, അത് മെറ്റമോർഫിക് റോക്കായി മാറി. മെറ്റമോർഫിക് റോക്ക് പിന്നീട് മെല്ലെ മാഗ്മയുമായിട്ട് ലയിച്ചതിന് ശേഷം എന്തായി, അത് വീണ്ടും മാഗ്മയായി മാറി, വീണ്ടും അത് സെഡിമെൻ്ററി റോക്കായി മാറും. അതേ സമയത്ത് ഈ ഇഗ്നിയസ് റോക്ക് തന്നെ, അതായത് ഈ ഭൂമിയുടെ അകത്തുള്ള ഇഗ്നിയസ് റോക്ക് തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, മെറ്റമോർഫിക് റോക്കായി മാറാം. മെറ്റമോർഫിക് റോക്കായിട്ട് അത് വീണ്ടും എന്തായി മാറാം, ഈ ഒരു മാഗ്മയായി മാറാം. ഈ ഒരു മെറ്റമോർഫിക് റോക്ക് ഭൂമിയുടെ ഉപരിതലത്തിലാണുള്ളതെങ്കിൽ ഈ മെറ്റമോർഫിക് റോക്ക് ഇതേപോലെ മഴയൊക്കെ കൊണ്ട് പൊടിഞ്ഞു പോയിട്ട് എന്താവാ, വീണ്ടും കടലിലേക്കോ വെള്ളത്തിലേക്കോ ഡെപ്പോസിറ്റ് ആയിട്ട് എന്ത് സംഭവിക്കുക, ഇവിടെ നിന്ന് വീണ്ടും അത് സെഡിമെൻ്ററി റോക്കായി മാറാം. അതായത് ഒരു റോക്ക് മറ്റൊരു റോക്കായിട്ട് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. നമുക്ക് ഇത് ഈ ഒരു റോക്ക് സൈക്കിൾ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ളൊരു സൈക്ലിക്കൽ രൂപത്തിൽ കാണിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു സൈക്ലിക്കൽ രൂപത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള റോക്കാണുള്ളത്. ഒന്നാമത്തത് മെറ്റമോർഫിക് റോക്ക്, രണ്ടാമത്തത് ഇഗ്നിയസ് റോക്ക്, മൂന്നാമത്തത് സെഡിമെൻ്ററി റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, ഇങ്ങനെ ഈ ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, മെറ്റമോർഫിക് റോക്ക്, ഇഗ്നിയസ് റോക്ക്, സെഡിമെൻ്ററി റോക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് 3ആയിട്ട് തിരിക്കാൻ വേണ്ടി പറ്റും. അതിനുശേഷം ശ്രദ്ധിക്കേണ്ട കാര്യം, സെഡിമെൻ്ററി റോക്ക് എങ്ങനെയാണ് ഉണ്ടാവുക, അത് എപ്പോഴും സെഡിമെൻറ്റിൽ നിന്നാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ സെഡിമെൻ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതി മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സെഡിമെൻറ്റ്, ഈ ഒരു സെഡിമെൻറ്റിൽ നിന്ന് മാത്രമാണ് എന്തുണ്ടാവുന്നത്, സെഡിമെൻ്ററി റോക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, ഇത് നമുക്ക് വരക്കാലോ. സെഡിമെൻറ്റിൽ നിന്നും സെഡിമെൻ്ററി റോക്ക് ഉണ്ടാവുന്ന വരച്ചു വെച്ചു. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലിത്തിഫാക്ഷൻ എന്ന് വിളിക്കുന്നത്. അതായത് സെഡിമെൻറ്റിനെ ലിത്തിഫാക്ഷൻ വഴിയാണ് അല്ലെങ്കിൽ പ്രഷർ കാരണമാണ് അത് സെഡിമെൻ്ററി റോക്കായി മാറുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സെഡിമെൻ്റ് ആവാൻ വേണ്ടിയിട്ട് ഏതൊക്കെ റോക്കിന് പറ്റും, സെഡിമെൻ്ററി റോക്കിന് സെഡിമെൻ്റ് ആവാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇഗ്നിയസ് റോക്കിന് സെഡിമെൻ്റ് ആവാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ മെറ്റമോർഫിക് റോക്കിന് സെഡിമെൻ്റ് ആവാൻ വേണ്ടി പറ്റും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ എന്താക്കുക, ഈ ഒരു സെഡിമെൻറ്റിലേക്ക് എല്ലാ റോക്കിൽ നിന്നും ഓരോ ലൈൻസ് വരച്ച് വെക്കുക എന്നുള്ളതാണ്. സെഡിമെൻ്ററി റോക്കിൽ നിന്ന് ഒരു ലൈൻ വരക്കുക, മെറ്റമോർഫിക് റോക്കിൽ നിന്ന് ഒരു ലൈൻ വെക്കുക, ഇഗ്നിയസ് റോക്കിൽ നിന്ന് ഒരു ലൈൻ വരക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സെഡിമെൻ്ററി റോക്കിൻ്റെ പ്രോസസ്സായി. അടുത്ത് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മെറ്റമോർഫിക് റോക്കാണ്. അപ്പോൾ മെറ്റമോർഫിക് റോക്ക് എങ്ങനെയാണ് ഉണ്ടാവുക, അത് മെറ്റമോർഫിസം വഴിയാണ് ഉണ്ടാവുക. അപ്പോൾ മെറ്റമോർഫിസം വഴി സെഡിമെൻ്ററി റോക്കിന് മെറ്റമോർഫിസം വഴി എന്തുണ്ടാവുക, മെറ്റമോർഫിക് റോക്കാവുക. ഇഗ്നിയസ് റോക്കിനും മെറ്റമോർഫിസം വഴി എന്തുണ്ടാവുക, മെറ്റമോർഫിക് റോക്കായി മാറാം എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇഗ്നിയസ് റോക്കും മെറ്റമോർഫിസം വഴി മെറ്റമോർഫിക് റോക്കായിട്ട് മാറാൻ വേണ്ടി പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ നോക്കേണ്ടത്, അപ്പോൾ മെറ്റമോർഫിക് റോക്കായാലോ, ഇനിയുള്ളത് എന്താണ്, ഇഗ്നിയസ് റോക്ക് എങ്ങനെയാവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സെഡിമെൻ്ററി റോക്ക്, ഇഗ്നിയസ് റോക്ക് ആവണമെങ്കിൽ എങ്ങനെ വേണം, ആദ്യം മെൽറ്റിംഗ് നടക്കണം. ഈ മെൽറ്റിംഗ് നടന്നിട്ട് അത് മാഗ്മയുടെ ഭാഗമായി മാറണം. എന്നിട്ട് മാഗ്മയാണ് സോൾഡിഫൈ ചെയ്തിട്ട് ഇഗ്നിയസ് റോക്കായി മാറുന്നത്. അപ്പോൾ ഇഗ്നിയസ് റോക്കിൻ്റെ തൊട്ട് മുന്നിൽ മാഗ്മ ഉണ്ടാവണം. മാഗ്മ ആവണമെങ്കിൽ മെൽറ്റിംഗ് നടക്കണം. അപ്പോൾ എങ്ങനെയാണ്, നമ്മളുടെ സെഡിമെൻ്ററി റോക്ക് നേരെ പോയി മെൽറ്റിംഗ് ചെയ്തിട്ട് മാഗ്മയായി മാറി, മെറ്റമോർഫിക് റോക്ക് മെൽറ്റ് ചെയ്തിട്ട് മാഗ്മയായി മാറി, അല്ലെങ്കിൽ ഇഗ്നിയസ് റോക്കും മെൽറ്റ് ചെയ്തിട്ട് മാഗ്മയായി മാറി, എന്നിട്ട് ഈ മാഗ്മ സോൾഡിഫിക്കേഷൻ വഴി ഇഗ്നിയസ് റോക്കായി മാറി. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഡയഗ്രാം വരയ്ക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ കാണുമ്പോൾ കുറച്ച് കോംപ്ലക്സ് ആയിട്ട് തോന്നും, അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കരുത്, കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ വരയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം, 3 തരത്തിലുള്ള റോക്കുകളാണ്, മെറ്റമോർഫിക് റോക്ക്, സെഡിമെൻ്ററി റോക്ക്, അതുപോലെ തന്നെ ഇഗ്നിയസ് റോക്ക്. ഇങ്ങനെ 3 തരത്തിലുള്ള റോക്കുകളാണുള്ളത്. അതിനുശേഷം സെഡിമെൻ്ററി റോക്കിന് മുന്നിൽ സെഡിമെൻ്റ് എന്ന് എഴുതി വെക്കുക, ഇഗ്നിയസ് റോക്കിൻ്റെ മുന്നിൽ മാഗ്മ. കാരണം സെഡിമെൻ്റ് ആണ് സെഡിമെൻ്ററി റോക്കായി മാറുന്നത്, മാഗ്മയാണ് ഇഗ്നിയസ് റോക്കായി മാറുന്നത്. പക്ഷേ മെറ്റമോർഫിക് റോക്കിന് മുന്നിൽ ഒന്നുമില്ല, കാരണം ഏത് റോക്ക് വേണമെങ്കിലും മെറ്റമോർഫിക് പ്രോസസ്സ് വഴി മെറ്റമോർഫിക് റോക്കായി മാറും. അതിനുശേഷം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, എല്ലാ റോക്കിൽ നിന്നും സെഡിമെൻറ്റിലേക്ക് ലൈൻസ് വരക്കുക എന്നുള്ളതാണ്. അതായത്
സെഡിമെൻ്ററി റോക്കിൽ നിന്ന് ലൈൻ വരക്കുക, അതിനുശേഷം മെറ്റമോർഫിക് റോക്കിൽ നിന്ന് ലൈൻ വരക്കുക, അതിനുശേഷം ഇഗ്നിയസ് റോക്കിൽ നിന്ന് ലൈൻ വരക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇനി എല്ലാം മാഗ്മയായി മാറിയാൽ മാത്രമാണ് ഇഗ്നിയസ് റോക്കായി മാറുക. അപ്പോൾ സെഡിമെൻ്ററി റോക്കിൽ നിന്നും മാഗ്മയിലേക്ക് ലൈൻ വരക്കുക, മെറ്റമോർഫിക് റോക്കിൽ നിന്നും മാഗ്മയിലേക്ക് ലൈൻ വരക്കുക, ഇഗ്നിയസ് റോക്കിൽ നിന്നും മാഗ്മയിലേക്ക് മെൽറ്റിംഗ് വഴി മാഗ്മ, അതിനുശേഷം അത് സോൾഡിഫിക്കേഷൻ വഴി ഇഗ്നിയസ് റോക്കായി മാറുന്നതാണ്. ഇനി മറ്റുള്ള 2 റോക്കുകൾ, അതായത് സെഡിമെൻ്ററി റോക്കുകളും ഇഗ്നിയസ് റോക്കുകളും നേരെ മെറ്റമോർഫിസം വഴി എന്തായി മാറാൻ വേണ്ടി പറ്റും? മെറ്റമോർഫിക് റോക്കായി മാറും. ഇത് രണ്ടും നമുക്ക് വരച്ചിട്ട് മെറ്റമോർഫിസം എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. ഇങ്ങനെയാണ് ഈ ഒരു റോക്ക് സൈക്കിൾ വരക്കേണ്ടത്. ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഗ്നിയസ് റോക്ക് സെഡിമെൻ്ററി റോക്ക് ആവുന്ന ആ പ്രോസസ്സ് വെതറിങ് ആൻഡ് ഇറോഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത് പൊടിഞ്ഞു പോയിട്ട് ഒലിച്ചു പോയിട്ടാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് റോക്ക് സൈക്കിളിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വളരെ ഈ ഒരു ഡയഗ്രാം വെച്ച് തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഈ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് ഇത് പറഞ്ഞതിന് ശേഷം ഈ ഒരു ഡയഗ്രാം വരച്ച് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ റോക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടതായിട്ട് ഉള്ളത്.